നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഹാർബർ എന്നാണ്. സോ ഹാർബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്? സോ നമ്പർ ഓഫ് ഡോക്സ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഷിപ്പ് ഉള്ള ടോട്ടൽ ഏരിയ പറഞ്ഞപ്പോഴാണ് ഹാർബർ എന്ന് പറഞ്ഞത്. സോ ഇത് സിമ്പിൾ ആയിട്ട് നമ്മൾ പറയുക, നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന അത്രയായിരിക്കും. സോ അതിനെയാണ് ഹാർബർ എന്ന് പറഞ്ഞത്. ഹാർബറിന്റെ മലയാളം എന്തുവാ? തുറമുഖം. സോ നമ്മൾ ഫെമിലിയർ ആയിട്ട് കേട്ട വേർഡ് എന്ന് പറയുന്നത് ഹാർബർ എന്നായിരിക്കും. ഓക്കെ, സോ എന്താണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. What is harbor? Harbor is an area of the sea at the coast which is partly enclosed by land or strong walls so that boats can be left there safely. ഹാർബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീയുടെ ഒരു പാർട്ട് തന്നെയായിരിക്കും. ഇതിനെ ഒരു സ്ട്രോങ് പോൾസ് വെച്ചിട്ടായിരിക്കും എൻക്ലോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലാൻഡ് വെച്ചിട്ടായിരിക്കും ഇതിനെ എൻക്ലോസ് ചെയ്യുന്നത്. സോ അതിനെ പറഞ്ഞ പേരാണ് ഹാർബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഹാർബർ എന്ന് പറഞ്ഞാൽ സീയുടെ പാർട്ടാണ്. സോ അതിനെ എൻക്ലോസ് ചെയ്തിരിക്കുന്നത് ഏത് വെച്ചിട്ടായിരിക്കും? ഒന്നെങ്കിൽ ലാൻഡ് അല്ലെങ്കിൽ സ്ട്രോങ് ബോർഡ്സിനെ വെച്ചിട്ടായിരിക്കും എൻക്ലോസ് ചെയ്യുന്നത്. സോ ഈ പോർഷനിൽ നിന്നായിരിക്കും നമ്മുടെ ബോട്ട്സ് എല്ലാം ലിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനാണ് ഹാർബർ എന്ന് പറഞ്ഞത്. ഹാർബറിന്റെ ചെറിയ പോർഷൻ പറഞ്ഞ പേരാണ് ഡോക്ക് എന്ന് പറയുന്നത്. ഇനി ഹാർബറിന്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ബേസ്ഡ് ഓൺ ദി പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ഇൻ ദ ഹാർബർ. ഹാർബറിന്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊട്ടക്ഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഹാർബറിനെ എങ്ങനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാനാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ ഈസ് നാച്ചുറൽ ഹാർബർ. എന്താ നോക്കാം? ഹാർബർ വിച്ച് ഈസ് പ്രൊട്ടക്റ്റഡ് നാച്ചുറലി ബൈ നാച്ചുറൽ ഫോർമേഷൻസ് ഓഫ് ബേസിൻസ്. സോ നാച്ചുറൽ ഫോർമേഷൻ അല്ലെ ബേസിൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യിക്കുന്ന ഹാർബേഴ്സിന് പറഞ്ഞ പേരാണ് നാച്ചുറൽ ഹാർബർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നാച്ചുറലി ഒക്കറിങ് ചെയ്ത ഹാർബേഴ്സ് ആയിരിക്കും നാച്ചുറൽ ഹാർബേഴ്സ് എന്ന് പറഞ്ഞത്. സോ എക്സാമ്പിൾ എന്ന് പറയുന്നത് കണ്ട്ല പോർട്ട് ആൻഡ് ബോംബെ പോർട്ട്. ഇതാണ് മെയിൻ അതിന്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് സെമി നാച്ചുറൽ ഹാർബർ. എന്താ നോക്കാം? ദ ഹാർബർ വിച്ച് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ബോത്ത് നാച്ചുറൽ ആൻഡ് ആർട്ടിഫിഷ്യൽ മീൻസ്. സോ ഒരു ഹാർബറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നാച്ചുറൽ ആയിട്ടും ആർട്ടിഫിഷ്യൽ ആയിട്ടും ആണെങ്കിൽ സോ സച്ച് ടൈപ്പ് ഓഫ് ഹാർബേഴ്സ് ആർ നോൺ ആസ് സെമി നാച്ചുറൽ ഹാർബേഴ്സ്. എക്സാമ്പിൾ എന്ന് പറയുന്നത് വിശാഖപട്ടണം ഹാർബർ ഈസ് എ എക്സാമ്പിൾ ഓഫ് സെമി നാച്ചുറൽ ഹാർബർ ആയിരിക്കും. ഓക്കെ, തേർഡ് വൺ ഈസ് ആർട്ടിഫിഷ്യൽ ഹാർബർ. ദ ഹാർബർ വിച്ച് ഈസ് പ്രൊട്ടക്ട് ഓൺലി ബൈ ആർട്ടിഫിഷ്യൽ മീൻസ്. സോ ആർട്ടിഫിഷ്യൽ ആയിട്ടായിരിക്കും ആ ഹാർബേഴ്സിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നതെങ്കിൽ സോ സച്ച് ടൈപ്പ് ഓഫ് ഹാർബേഴ്സ് ഈസ് നോൺ ആസ് എ ആർട്ടിഫിഷ്യൽ ഹാർബേഴ്സ്. എക്സാമ്പിൾ ചെന്നൈ ഹാർബർ. ഓക്കെ, ഇതാണ് മെയിൻ ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഹാർബേഴ്സ് ബേസ്ഡ് ഓൺ ദി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് യൂട്ടിലിറ്റിയെ ബേസ് ചെയ്തിട്ടാണ്. സോ എന്താണെന്ന് നോക്കാം? ബേസ്ഡ് ഓൺ ദി യൂട്ടിലിറ്റി ദ ഹാർബേഴ്സ് ആർ ഡിവൈഡ് ഇൻ ടു ഫസ്റ്റ് വൺ ഫിഷിംഗ് ഹാർബർ, മിലിറ്ററി ഹാർബർ, റെഫ്യൂജ് ഹാർബർ ആൻഡ് കൊമേഴ്ഷ്യൽ ഹാർബർ. ഇതാണ് മെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാർബേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഫിഷിംഗ് ഹാർബർ. എന്താണെന്ന് നോക്കാം? ഇറ്റ് ഈസ് ടു അക്കോമഡേറ്റ് ഫിഷിംഗ് വെസൽസ്. സോ എന്തിനാ ഇത് യൂസ് ചെയ്യുന്നത്? ഫിഷിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഹാർബർ ആണ് ഫിഷിംഗ് ഹാർബേഴ്സ് എന്ന് പറയുന്നത്. റെഫ്രിജറേറ്റഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ് റിക്വയർഡ്. സോ ഈ ഫിഷിംഗ് ഹാർബേഴ്സിന്റെ അകത്ത് നമ്മുടെ ഫിഷസിനെ എല്ലാം റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മൾ റെഫ്രിജറേറ്റഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസിന് അവിടെ ആവശ്യമാണ്. ഓക്കെ, സോ ആ ഹാർബേഴ്സിന് പറഞ്ഞ പേരാണ് ഫിഷിംഗ് ഹാർബേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ ഇസ് മിലിറ്ററി ഹാർബേഴ്സ്. എന്താ നോക്കാം? മെയിൻലി ടു അക്കോമഡേറ്റ് നേവി വെസൽസ്. സോ നേവിയുടെ ഷിപ്പിനെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഹാർബേഴ്സിന് പറഞ്ഞ പേരാണ് മിലിറ്ററി ഹാർബേഴ്സ് എന്ന് പറയും. ഇറ്റ് ആക്ട് ആസ് സപ്ലൈ ഡിപ്പോട്ട് ഡ്യൂറിങ് എമർജൻസി പർപ്പസ്. സോ എമർജൻസി പർപ്പസിൻ്റെ അകത്ത് സോ എന്തെങ്കിലുമൊക്കെ സപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ മിലിറ്ററി ഹാർബേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. തേർഡ് വൺ ഈസ് റെഫ്യൂജ് ഹാർബേഴ്സ്. ഇറ്റ് ഈസ് യൂസ് ടു അക്കോമഡേറ്റ് ഷിപ്സ് ആൻഡ് റിപ്പയറിംഗ് അണ്ടർ എമർജൻസി കണ്ടീഷൻ. സോ എമർജൻസി കണ്ടീഷനിൽ നമ്മൾ ഷിപ്പിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയായിരിക്കും റെഫ്യൂജ് ഹാർബേഴ്സ് യൂസ് ചെയ്യുന്നത്. ഫോർത്ത് വൺ ഈസ് കൊമേഴ്ഷ്യൽ ഹാർബേഴ്സ്. എന്താ നോക്കാം? It is mainly used for trading, that is for importing and exporting of goods. So goodsനെ ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹാർബേഴ്സ് ആണ് കൊമേഴ്ഷ്യൽ ഹാർബേഴ്സ് എന്ന് പറയുന്നത്. It should be spacious enough for storage and accommodation of cargoes. So cargosനെ സ്റ്റോർ ചെയ്യാനും അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് ഈ കൊമേഴ്ഷ്യൽ ഹാർബേഴ്സിന് വേണം. സോ യൂട്ടിലിറ്റിയുടെ ബേസിൽ നമുക്ക് ഹാർബേഴ്സിനെ 4 ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയായിരുന്നു? ഫിഷിംഗ് ഹാർബേഴ്സ്, മിലിറ്ററി ഹാർബേഴ്സ്, റെഫ്യൂജ് ഹാർബേഴ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ ഹാർബേഴ്സ്. ഇതാണ് മെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാർബേഴ്സ് ബേസ്ഡ് ഓൺ ദി യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, തേർഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദി ലൊക്കേഷൻ.
സോ ലൊക്കേഷനെ ബേസ് ചെയ്ത് നമുക്ക് ഹാർബേഴ്സിനെ മൂന്നായി ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈ സീ ഹാർബർ, റിവർ ഹാർബർ, കനാൽ ഹാർബർ ആൻഡ് ലേക്ക് ഹാർബർ. സോ സീയുടെ അടുത്താണ് ഹാർബേഴ്സിനെ കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ സോ അതിനെ സീ ഹാർബർ എന്ന് പറയും. റിവറിന്റെ അടുത്താണെങ്കിൽ അതിന് റിവർ ഹാർബർ എന്ന് പറയും. കനാലിന്റെ അടുത്താണെങ്കിൽ കനാൽ ഹാർബർ എന്ന് പറയും. ലേക്കിനടുത്താണെങ്കിൽ ലേക്ക് ഹാർബർ എന്ന് പറയും. ഓക്കെ. സോ മെയിൻലി നമ്മൾ കാണപ്പെടുന്ന ഹാർബേഴ്സ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ആയിരിക്കും? സീ ഹാർബേഴ്സ് ആയിരിക്കും നമ്മൾ മെയിൻ ആയിട്ട് കാണപ്പെടുന്ന ഹാർബേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് മെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹാർബേഴ്സ് എന്ന് പറയുന്നത്.